ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ഈസി ആയിട്ട് പിള്ളേർക്ക് സ്നാക്കായിട്ട് കൊടുത്തു വിടാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലഞ്ചായിട്ട് കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കൊക്കെ കഴിക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡും മുട്ടയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും സാധാ ബ്രെഡ് ഓംലെറ്റ്, അങ്ങനെ സാൻഡ്വിച്ച്, അങ്ങനെയല്ല. സാൻഡ്വിച്ച് തന്നെയാണ്, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൽ നമ്മൾ പുഴുങ്ങിയ മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. പുഴുങ്ങിയ മുട്ട മാഷ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് നിറച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കൂ, വീഡിയോ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ട ബ്രെഡാണ്. ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ 4 സ്ലൈസ് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചുകൂടി എടുക്കാം. അപ്പോൾ ഇതിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ സൈഡ്സൊക്കെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് കളഞ്ഞ് അതിനെ ചെത്തിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വേണമെങ്കിൽ ബട്ടർ തേക്കാട്ടോ. പക്ഷേ ഞാൻ ബട്ടർ നമ്മൾ ഓൾറെഡി എൻ്റെ അകത്ത് റെസിപ്പിയിലുണ്ട്. അപ്പം ഞാൻ എണ്ണ വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് വിടുക. എനിക്കിപ്പോൾ ഈ സ്പ്രേ ബോട്ടിലുള്ള കാരണം അങ്ങനെ ചെയ്യാണ്. അതല്ലെങ്കിൽ നമ്മൾ ചുമ്മാ കൈ കൊണ്ട് തടവി വിട്ടാലും മതി. എല്ലാ സൈഡിലും ഒക്കെ വേണം കേട്ടോ. 2 സൈഡിലും എണ്ണ തടവി വിടണം. അല്ലെങ്കിൽ നമുക്ക് ടോസ്റ്റ് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് 30 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്ത് ഒരു 10 സെക്കൻഡ്സ് മൈക്രോവേവിൽ വെച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ കുറച്ച് നേരം വെളിയിൽ വെച്ചിട്ട് എടുത്താലും മതി. ഒന്ന് സോഫ്റ്റായി കിട്ടണം. ഇത് ഭയങ്കര ഹാർഡാണ്. അപ്പോൾ ഒന്ന് സോഫ്റ്റാക്കി നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ് കേട്ടോ. 3 മുട്ട വെച്ചിട്ട് ഞാൻ ഈ 2 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. കൂടുതലുണ്ടെങ്കിൽ പിന്നെ നമുക്കപ്പം അതനുസരിച്ച് നമുക്ക് കൂടുതൽ ബ്രെഡ് എടുക്കാം. എന്തായാലും ഇതിൻ്റെ അകത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ബട്ടർ ഇടുന്നത് സോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ അതിലും ഉപ്പുണ്ട്. അപ്പം നമ്മൾ നോക്കിയിട്ട് വേണം, ടേസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ഉപ്പിടാനായിട്ട്. ഒരു 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മാഷ് ചെയ്യാം. അത് കൂടാണ്ട് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മാഷ് ചെയ്ത് എടുക്കുക. മാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത്, അങ്ങനെ മെൽറ്റല്ല കേട്ടോ, ഒന്ന് സോഫ്റ്റായ ബട്ടർ ഉണ്ടല്ലോ, റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന ബട്ടർ, അതും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഒട്ടും കളയാനില്ല കേട്ടോ, വടിച്ചെടുക്കുക. ഇത് ഞാൻ പിള്ളേർക്കെന്ന് പറഞ്ഞത് ബട്ടറുള്ള കാരണം കേട്ടോ. ഇതിപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഉണ്ടാക്കി ഫില്ല് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബ്രെഡ് 2 സ്ലൈസും കൂടി ബ്രെഡ് എടുക്കേണ്ടി വന്നു. അപ്പോൾ നമുക്ക് 3 സാൻഡ്വിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു 30 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സാൻഡ്വിച്ചിനകത്ത് 10 ഗ്രാമോളം ബട്ടർ വരുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ടോസ്റ്റർ ചീത്തയായിപ്പോയി. എൻ്റെ മറ്റേ സാൻഡ്വിച്ച് മേക്കർ ചീത്തയായ പോയ കാരണം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ടോസ്റ്റർ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഗ്യാസിൻ്റെ പുറത്ത് കാണിച്ചെടുക്കുന്ന ടോസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ ഞാൻ എണ്ണ ഓൾറെഡി തേച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ അകത്ത്. എന്നിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് തുടങ്ങാം അല്ലേ. അപ്പം ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒട്ടും പിശുക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഇത് നല്ല ഫില്ലിംഗ് ആണ്. നമുക്ക് നിറച്ച് വെച്ച് തന്നെ ഫില്ല് ചെയ്യാം. പിശുക്കി കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. ഇതിൻ്റെ അകത്ത് മുട്ടയുടെ ടേസ്റ്റ് നല്ലപോലെ വരണം. ബ്രെഡിൻ്റെ ടേസ്റ്റ് അല്ല വരേണ്ടത്, മുട്ട കടിക്കുമ്പോൾ നല്ല മുട്ടയുടെ ടേസ്റ്റ് കിട്ടണം. എന്നിട്ട് അതിൻ്റെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സൈഡ്സ് ഒന്ന് ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതങ്ങനെ ഇരുന്നോളും. അപ്പം ഞാൻ അടുത്തത് ഫില്ല് ചെയ്യാണ്. അങ്ങനെ മൊത്തം ഫില്ലിങ് ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ട് അതിൽ പിന്നെ ഒരുപാട് മിച്ചം. അത് കാരണം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരെണ്ണവും കൂടി ഇതുപോലത്തെ ഒരു സാൻഡ്വിച്ചും കൂടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 3 സാൻഡ്വിച്ച് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? 3 മുട്ട 3 സാൻഡ്വിച്ച്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ അതനുസരിച്ച് എടുത്തോളണം. എത്ര സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട് മുട്ട എടുത്തോളണം. അപ്പോൾ 1 മുട്ടയ്ക്ക് 1 സാൻഡ്വിച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് പോവാം. ഇനിയിപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ഒന്ന് എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ബിക്കോസ് ഇത് നോൺ സ്റ്റിക്ക് ഒന്നും അല്ല കേട്ടോ. നോൺ സ്റ്റിക്ക് ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. നോൺ സ്റ്റിക്ക് അല്ലാന്ന് എനിക്ക് തോന്നുന്നത്.
നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കില്ല. മറ്റേത് നമുക്ക് കുറച്ച് എണ്ണയിൽ ഇത് ചെയ്തെടുക്കാം. ഇതിനാവുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോവും. അപ്പോൾ അത് കാരണം ഞാനിത് നല്ലപോലെ എണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തീ കത്തിച്ച് കൊടുക്കുകയാണ്. രണ്ട് സൈഡും മറിച്ചും തിരിച്ചും അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞു പോവരുത്. കരിയാണ്ട് തന്നെ നമ്മൾ അത് രണ്ട് സൈഡ് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമ്മൾ ചെക്ക് ചെയ്ത് മുരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. നല്ല അടിപൊളി സാൻഡ്വിച്ചസ് ആയിട്ടോ കിട്ടുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ എൻ്റെ ഓൾറെഡി ഞാൻ ആ 2 ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല, ഞാൻ ഇതിൻ്റെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അടിപൊളി സാൻഡ്വിച്ചസ് എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കി കൊടുക്കാവുന്ന സാൻഡ്വിച്ചസ് ആണ്. വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് അവർക്ക് കഴിച്ചിട്ട് പോകാം. ഇനി ലഞ്ചിന് കൊണ്ടുപോകണമെങ്കിൽ ലഞ്ചിന് കൊണ്ടുപോകാം. ഇത് ഇരുന്ന് കഴിഞ്ഞാലും അങ്ങനെ ഒരുപാട് സോഗിയൊന്നും ആയി പോവില്ല. നല്ല ടേസ്റ്റാണ്. പിന്നെ ചൂടായിട്ട് കഴിക്കുന്നതാണ് അത് ക്രിസ്പായിട്ടിരിക്കുക. അതിൻ്റെ പുറം നമ്മളിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് ക്രിസ്പായിട്ടിരിക്കും. നല്ല ടേസ്റ്റാണ്. ഇത്തിരി സോസിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പം മുട്ട ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റായിട്ടും ഇതുണ്ടാക്കി കഴിച്ചു നോക്കാം. പിള്ളേർക്കും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അത് എൻ്റെ 3ാമത്തെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്, കണ്ടോ. അടിപൊളിയാണ്. ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുന്നതാണ് സ്ലൈഡ് ചെയ്ത് വരാൻ നല്ല എളുപ്പമാണ്. നിങ്ങൾ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ 3 സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി സാൻഡ്വിച്ചസ് ആണ്, കണ്ടോ. നല്ല ബ്രൗണായി നല്ലൊരു ടോസ്റ്റഡാണ് ഇപ്പം. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. കട്ട് ചെയ്ത് നിങ്ങൾ ഫില്ലിങ് കണ്ടോ അതിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്നത്. ഞാൻ നിറച്ച് ഫില്ലിംഗ് ഉണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ വിചാരിക്കും വെറും മുട്ടയും ബ്രെഡും മാത്രമേ ഉള്ളൂ ടേസ്റ്റ് ഇല്ലാന്ന്. പക്ഷേ ഇങ്ങനെയല്ല, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്